വയനാട്ടിൽ തെരച്ചിൽ 8ാം ദിനം. ഉരുൾപൊട്ടൽ നാശം വിതച്ച വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ തെരച്ചിൽ 8ാം ദിവസവും തുടരുന്നു. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ മണ്ണിളക്കിയാണ് പരിശോധന. സൂചിപ്പാറയിലെ സൺറൈസ് വാലി, സൂചിപ്പാറ വെള്ളച്ചാട്ടം, കാന്തൻപാറ വെള്ളച്ചാട്ടം തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യോമസേന ഹെലികോപ്റ്ററിൽ പരിശോധന തുടരുകയാണ്. ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ പട്ടിക വൈകിട്ടോടെ സർക്കാർ പുറത്തുവിടും. 180-ലധികം പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. ഡാൻ കുര്യനും MG മിഥുനും ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, 180ഓളം പേരെ കണ്ടെത്താനുണ്ട്. ഇന്ന് കഴിഞ്ഞ 6 ദിവസത്തേക്കാൾ കുറച്ചുകൂടി സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധന ഉണ്ട്. കാരണം ഹെലികോപ്റ്റർ അടക്കം സൂചിപ്പാറയിലൊക്കെ നേരത്തെ പരിശോധന ഉണ്ടായിരുന്നില്ലല്ലോ. ഹെലികോപ്റ്ററിൽ ഒപ്പം ഈ വ്യോമസേനയുടെ സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ച് രക്ഷാപ്രവർത്തകരെ അവിടെ എത്തിച്ചുള്ള പരിശോധന നടക്കുകയാണെന്നാണ് മനസ്സിലാകുന്നത്. എന്തെങ്കിലും വിവരങ്ങൾ പുതുതായി ലഭ്യമാകുന്നുണ്ടോ? രഞ്ജിത്ത്, 12 പോയിന്റുകൾ, അതായത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ അദ്ദേഹം വിശദമായ പരിശോധനകളിലൂടെ കണ്ടെത്തിയിരിക്കുന്ന 12 പോയിന്റുകൾ മാർക്ക് ചെയ്തുകൊണ്ട് അവിടെയാണ് ഇപ്പോൾ ഈ പരിശോധനകൾ മുണ്ടക്കൈയിലും അതോടൊപ്പം തന്നെ ചൂരൽമലയിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എനിക്ക് പിന്നിൽ ഈ ദുരന്തമുണ്ടായ അല്ലെങ്കിൽ വെള്ളാർമലയുടെ ആ ഭാഗത്ത് നിന്ന്, എനിക്ക് പിന്നിൽ കാണുന്ന ആ ഭാഗത്ത് നിന്നാണ് ക്യാമറ ലെൻസിൽ ഇപ്പോൾ വ്യക്തമായി കാണാം. അവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത്. അതിങ്ങനെ ഒഴുകി S ആകൃതിയിൽ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് സെന്റിനൽ റോക്സിന് അടുത്തേക്ക് എത്തുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വീടുകളെയും നാമാവശേഷമാക്കിക്കൊണ്ടാണ് ഈ ദുരന്തം കടന്നു പോയിരിക്കുന്നത്. സ്വാഭാവികമായി ഈ മാർക്ക് ചെയ്ത 12 പോയിന്റുകൾ എന്ന് പറയുമ്പോൾ വലിയ ആഴമുള്ള സ്ഥലങ്ങളാണ്, വലിയ ചതുപ്പാണ്. അവിടേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ദുഷ്കരമായ ഒരു ദൗത്യമാണ്. എനിക്ക് ഇവിടെ ഇരുന്ന ഇന്ദ്രപാലൻ സാർ അവിടെ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കാണാൻ കഴിയും. പക്ഷേ അദ്ദേഹത്തിന് അടുത്തേക്ക് എത്താൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വെള്ള ഷർട്ടിട്ട് ഇരിക്കുന്ന ആളാണ് ഇന്ദ്രപാലൻ. അദ്ദേഹം അവിടെ ഇരുന്ന് അഗ്നിശമന സേനയുടെയും അദ്ദേഹത്തോടൊപ്പം ഈ പരിശോധനകളുടെ ഭാഗമാകുന്ന മറ്റ് ഉദ്യോഗസ്ഥരെയും എങ്ങനെയാണ് തുടർ നീക്കങ്ങൾ എന്ന് വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. സ്വാഭാവികമായി ഈ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിലേക്ക് എത്തപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യം, അത് പ്രധാനപ്പെട്ട കാരണം സാങ്കേതിക സംവിധാനങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാത്രമേ ഈ പോയിന്റുകളിൽ പരിശോധന നടത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു സ്ഥിതിയാണുള്ളത്. സിവിൽ ഡിഫൻസ് ഓഫീസേഴ്സ്, അഗ്നിശമന സേനയുടെ സ്റ്റേഷൻ ഓഫീസർ എന്നോടൊപ്പം ചേരുന്നു. എങ്ങനെയാണ് ഈ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നേരത്തെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും അതുപോലെ കുളമൊക്കെ ഉള്ള സ്ഥലമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുന്ന് വന്ന ആ ഒരു ലാൻഡ് സ്ലൈഡ് നേരെ ഇവിടെ വന്നിട്ട് തിരിച്ചങ്ങോട്ട് പോകാൻ സാധ്യത. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുന്ന് മേലിൽ നിന്ന് വന്ന ഒഴുകി വന്ന ഡെപ്പോസിഷൻ ഇവിടെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു അനുമാനം നമുക്കുണ്ട്. ഇത് വളരെ ലൂസ് സോയിലാണ്, നല്ലപോലെ ചെളിയുണ്ട്. അപ്പോൾ സ്വാഭാവികം നമുക്ക് മനുഷ്യനായിട്ട് ഇറങ്ങിയെന്ന് തെരച്ചിൽ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യം നമ്മളിപ്പോൾ യന്ത്രത്തിന്റെ സഹായത്തോടെ യന്ത്രം ഇപ്പോൾ ഉടനെ എത്തും. അതെത്തി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളത് ഈ സോയിലൂടെ നോക്കി ആളുടെ തുടുപ്പുകളുണ്ടോ, ആളുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാൻ. തെർമൽ സ്കാനിംഗ് ആണ്. എന്ത് തരത്തിലുള്ള? ഇന്നലെ അദ്ദേഹത്തിന്റെ ടീം ഇവിടെ നമുക്ക് സ്കാനിംഗ് നടത്തിയിരുന്നു. കഴിഞ്ഞ നമ്മുടെ കർണാടക ചെയ്ത പോലുള്ള ഒരു സ്കാനിംഗ് അർജുന് വേണ്ടി തെരച്ചിൽ അതുപോലെ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കുറച്ച് പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് ആ ഒരു പോർഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അദ്ദേഹം അത് കഴിഞ്ഞ ശേഷം നമുക്ക് അവിടെ മെഷീൻ എത്തിച്ചിട്ട് പരിശോധന നടത്തും. എവിടെ നിന്നാണ് ഈ മെഷീൻ എത്തിക്കുന്നത്? മെഷീൻ താഴെ തന്നെ ഉണ്ട്. ഇത് കുഴിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ബൂമാണ്, ലോങ് ബൂമുള്ള ഒരു മെഷീൻ വേണം. കാരണം നമുക്കിവിടെ സാധാരണ ബൂമുള്ള മെഷീൻ വെച്ച് വർക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ്, കാരണം ഇത്ര ലൂസ് ഓയിൽ ആയതുകൊണ്ട്. അപ്പോൾ അതിനുള്ള മെഷീൻ എത്തണം. പിന്നെ ആ ഒരു പോർഷൻസും കവർ ചെയ്യാനുണ്ട്. ഇത്തരം സ്ഥലങ്ങളിലൂടെ കവർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഈ ഭാഗത്ത് തെരച്ചിൽ അവസാനിപ്പിക്കാൻ പറ്റും. അതായത് ഈ ആളുടെ ഇവിടെ ഒരു മനുഷ്യ സാന്നിധ്യമുണ്ട്, മണ്ണിൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു അനുമാനം. കാരണം ആ ഒരു ടെറൈന്റെ രീതി അങ്ങനെയാണ്. അവിടുന്ന് വരുന്ന
ഒഴുകി വരുന്ന വെള്ളം ഇവിടെ വന്നിട്ടാണ് തിരിച്ചങ്ങോട്ട് പോയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒഴുകി വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ആൾക്കാരോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഇവിടെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഭാഗം നമ്മൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് സെർച്ചിങ്ങിലേക്ക് പോകുന്നത്. സ്വാഭാവികമായി എത്ര പേരാണ് നിങ്ങളുടെ ഈ ടീമിൽ ഉള്ളത്? ഇപ്പൊ ഇവിടെ 37 പേര് നമ്മുടെ ഫയർഫോഴ്സിന്റെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ ആൾക്കാരും പിന്നെ സിവിൽ ഡിഫൻസിന്റെ വോളണ്ടിയേഴ്സുമായിട്ട് ഇത്രയും പേര് ഇവിടെ നിൽപ്പുണ്ട് ഈ തെരച്ചിലിന് സഹായിക്കുന്നതിന് വേണ്ടി. നമ്മൾ ഇന്നലെ തൊട്ട് ഈ ഭാഗത്ത് തന്നെ സെർച്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം നമ്മളിപ്പം സെർച്ച് ചെയ്ത് കഴിഞ്ഞു. ഈ ലൊക്കേഷൻ തന്നെയുള്ള ബാക്കിയുള്ള നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്ന, അതായത് ചെറിയ മെഷീൻ കൊണ്ട് തന്നെ സെർച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇന്നലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് ഈ ലൂസ് ഓയിൽ ഭാഗമാണ്. ആ ഭാഗത്താണ് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അവിടെ നമുക്ക് സെർച്ച് ചെയ്യാനാണ്. ഇപ്പം ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ അതുകൂടെ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ആ ഭാഗമുണ്ട്. ഇത് കഴിയുമ്പോഴത്തേനും ഇവിടെ ഏതാണ്ട് പൂർണ്ണമാകും. അതായത് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ 12 പോയിന്റുകൾ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ആ 12 പോയിന്റുകളിലേക്ക് ഈ രക്ഷാസംഘം അല്ലെങ്കിൽ അഗ്നിശമന സേനയുടെയും അതോടൊപ്പം തന്നെയും സിവിൽ ഡിഫൻസിന്റെയും ഒക്കെ മറ്റ് ഉദ്യോഗസ്ഥർ ഈ 12 പോയിന്റുകളിലെത്തി സാങ്കേതിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് മണ്ണ് മാറ്റി ഈ ഡീപ് ബൂം മെഷീൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പരിശോധന നടത്തുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ മേജർ ഇന്ദ്രപാലൻ ഇരിക്കുന്ന ആ സ്ഥലത്ത് അതാണ് പ്രധാനമായി അദ്ദേഹം മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ്. അതായത് വെള്ളാർമലയിൽ നിന്ന് ഈ ഉരുൾപൊട്ടി ഒഴുകി ഈ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തേക്ക് വരുമ്പോൾ ഈ സെന്റിനൽ റോക്സിന്റെ സമീപത്തേക്ക് മുകളിൽ നിന്നുള്ള ആളുകൾ അടക്കം ഒഴുകി ഇവിടെ എത്തി മണ്ണിൽ പുതഞ്ഞു പോയിട്ടുണ്ട് എന്നൊരു നിഗമനത്തിലാണ് ഈ പരിശോധനകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ ഈ യന്ത്രസാമഗ്രികൾ ഇവിടേക്ക് എത്തിച്ച് ആ പരിശോധനകൾ ആരംഭിക്കുകയാണ്. അതിന്റെ പ്രാഥമികമായ നടപടികൾ മുകൾ ഭാഗത്ത്, ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ മുകൾ ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ഉച്ചയോടെ ഈ താഴെഭാഗത്ത് നിന്ന് ഈ ഡീപ് ബൂം മെഷീൻ അടക്കം ഇവിടേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതുകൂടി ഇവിടെ എത്തിച്ചതിന് ശേഷമായിരിക്കും ഈ വിശദമായ പരിശോധനകൾ നടത്തുക. ഇങ്ങനെ 12 പോയിന്റുകളിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ട് എന്നൊരു സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോഴും ഈ ദുരന്തത്തിൽ നിന്ന് ഭാഗികമായെങ്കിലും രക്ഷപ്പെട്ട ചില വീടുകൾ ഞങ്ങൾക്ക് വലതുവശത്തായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ആളുകൾ അവരുടെ സാധന സാമഗ്രികളുമായി ജീവൻ തിരിച്ചു കിട്ടിയതിൽ ആശ്വാസം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ട് ഓടുന്ന ഒരു കാഴ്ച ഞങ്ങൾ ഇവിടേക്ക് കയറി വരുന്ന വഴികളിലൊക്കെ കാണാൻ കഴിയുമായിരുന്നു. ഇനി ഇവിടെ മനുഷ്യവാസം സാധ്യമാകുമോ എന്ന ആശങ്കയുണർത്തുന്ന തരത്തിലാണ് ഈ കാഴ്ചകൾ. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഇതിന് തൊട്ടു സമീപത്തായി ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ജീപ്പിന്റെ അവശിഷ്ടങ്ങളാണ്, ബാക്കി പത്രമാണ് കാണുന്നത്. തവിട് പൊടിയായി കിടക്കുന്ന ആ ജീപ്പ്, അതോടൊപ്പം മറ്റ് ഇരുചക്ര വാഹനങ്ങൾ, ആ വാഹനങ്ങൾക്ക് തകർന്ന് നാമാവശേഷമായി ഇനി ഒന്നിനും ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ, ആക്രിക്ക് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ തച്ചുടച്ച് സർവനാശത്തിന് ഇരയായതിന്റെ ഈ നാശം എത്രത്തോളം വ്യാപ്തിയുള്ളതായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു സെന്റിനൽ റോക്സിന് സമീപത്ത് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. സമാനമായ തരത്തിൽ 30-40 പേരടങ്ങുന്ന ടീമുകളാണ് വിവിധ സ്ഥലങ്ങളിൽ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പമാണ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെയും ഫോറസ്റ്റിലെയും അതോടൊപ്പം തന്നെ സൈനിക ഉദ്യോഗസ്ഥരും അടങ്ങുന്ന ഒരു സംഘം വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ പാന്തൻപാറയിലെ വെള്ളച്ചാട്ടത്തിന് സമീപത്തും സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് സമീപത്തും നേരിട്ട് ആളുകൾക്ക് നടന്നെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിൽ അവിടേക്ക് എയർലിഫ്റ്റ് ചെയ്തുകൊണ്ട് വിശദമായ പരിശോധനകൾ ചില പ്രത്യേക പോയിന്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ മൃതദേഹ ഭാഗങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ നിന്ന് അത് എയർലിഫ്റ്റ് ചെയ്ത് മേപ്പാടിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടത്തുന്നത്. സജീവമായ പരിശോധനകൾ, അതായത് ദുരന്തമുണ്ടായി ഒരാഴ്ച പിന്നിടുമ്പോഴും ഈ കാണാമറയത്തുള്ള 180-ലധികം ആളുകളെ അവർ എവിടെയാണ് മണ്ണിൽ പുതഞ്ഞിരിക്കുന്നത്, അവരെ ഏത് വിധേനയും കണ്ടെത്തുക എന്നൊരു തീരുമാനത്തിൽ വിശദമായ പരിശോധന തന്നെയാണ് ഈ ഒരു ഘട്ടത്തിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ മെഷീൻസ്, മേജർ ഇന്ദ്രപാലൻ നേതൃത്വത്തിലുള്ള സംഘം ആ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഹെലിക്യാം അടക്കം പ്രവർത്തിപ്പിക്കുന്നു. അതോടൊപ്പം മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ കൂടി ഉപയോഗിച്ചുകൊണ്ട് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുകയാണ്. പരിശോധനകൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. അവർ സംശയം പറഞ്ഞ സ്ഥലത്ത്, അതായത് ഈ 12 പോയിന്റുകളിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ആ പോയിന്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അവിടെ മനുഷ്യ സാന്നിധ്യം ഉണ്ട് എന്ന ഒരു കണ്ടെത്തൽ സ്കാനിങ്ങിലൂടെ നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഈ ഭാഗത്തിൽ വിശദമായ പരിശോധന. പക്ഷേ അവിടെ മനുഷ്യർക്കെത്തി പരിശോധന നടത്തുന്നതിന് പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് അവിടേക്ക് ഈ യന്ത്ര സംവിധാനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പരിശോധന നടത്തുകയെന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. നമുക്കറിയാം, അതിൽ മറ്റ് എന്തോ ഒരു വസ്തു കൂടി ഘടിപ്പിച്ചിട്ടുമുണ്ട്. സ്വാഭാവികമായി ഈ പ്രദേശങ്ങളിൽ നിന്ന് കൃത്യമായി അതിന്റെ റഡാർ സിഗ്നലുകൾ ലഭിക്കുന്നതിന് അനുസരിച്ചായിരിക്കും ഈ ഡീപ് ബൂം മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെ
തിരച്ചിൽ നടത്തുന്നതിനുള്ള ഒരു തീരുമാനം ഉണ്ടാകുകയെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത്, അതാണ് ഏറ്റവും പുതിയ വിവരം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് റഡാറിന്റെ പുതിയ ഈ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ അവിടെ എല്ലാ സ്ഥലങ്ങളിലും, അതായത് മനുഷ്യർക്ക്, നേരത്തെ ഡാൻ പറഞ്ഞതുപോലെ മനുഷ്യർക്ക് എത്താൻ പറ്റാത്ത വിധത്തിലുള്ള സ്ഥലങ്ങളിൽ, മനുഷ്യരിതുവരെ ചെല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എത്തി പരമാവധി സാന്നിധ്യമുണ്ടോ എന്നുള്ള പരിശോധനകൾ തുടരുകയാണ് എന്നുള്ളതാണ്. ഏറ്റവും ആധുനികമായ തരത്തിൽ അവസാനവട്ട പരിശോധന ഇപ്പോൾ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായി ഘട്ടത്തിൽ നൽകാനുള്ളത് എന്നുകൂടി ചേർത്ത് വെക്കണം. ഇന്ന് ഒരുപക്ഷെ ഇന്നോ നാളെയോ കൊണ്ട് പരിശോധനകൾ അതിൻ്റെ പൂർത്തീകരണത്തിലെത്തിയേക്കാം. കാരണം പരമാവധി മനുഷ്യസാധ്യമായത്, യന്ത്രസാധ്യമായത്, സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഉള്ളതെല്ലാം പരമാവധി ചെയ്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. മേജർ ജനറൽ ഇന്ദ്രപാലനാണ് നൽകുന്നത്. അദ്ദേഹത്തെ നമുക്ക് ഫോണിലെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അദ്ദേഹം ആ കാര്യത്തിൽ ഒരു പക്ഷേ ഒരു വ്യക്തത വരുത്തിയേക്കും എന്നാണ് മനസ്സിലാകുന്നത്. അതേസമയം MG മിഥുൻ കൂടിയുണ്ട്. മിഥുന് അവിടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ രാവിലെ മുതൽ തന്നെ ബെയിലി പാലത്തിലൂടെ നിയന്ത്രിച്ചാണ് ആൾക്കാരെ കയറ്റിവിടുന്നത്. ഇനിയും ഏതാണ്ട് 200-ലധികം ആളുകളെക്കുറിച്ച് വിവരം ലഭിക്കാനുണ്ട്. മരണസംഖ്യ 400 കടന്ന പശ്ചാത്തലമുണ്ട്. അത് നമുക്ക്